പലവരും ഇപ്പം എൻ്റെ ഓരോ ഇന്റർവ്യൂ കണ്ടിട്ട് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് ചാമ്പം പൈസ കൊണ്ടുപോകും അങ്ങനെ ഇങ്ങനെ കുറേ ഇത് വരുന്നുണ്ടോ. അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യം. അടിച്ചു നമ്മൾ മാക്സിമം നമ്മൾ ആരെ അറിയിക്കാതിരിക്കുക. പൈസ എത്ര ദിവസം കഴിഞ്ഞ് കിട്ടും? നമ്മൾ കറക്റ്റ് 1 മാസത്തിനകത്ത് വെച്ച് കിട്ടി. 1 മാസം നമുക്ക് 2 ടാക്സ് വരുന്നുണ്ട്. ഈ ഇപ്പൊ നമുക്ക് 50 അടിച്ചാലും എത്ര അടിച്ചാലും അതിന്റെ പകുതി കിട്ടും. ശത്രുക്കൾ ഒരുപാട് ഉണ്ട്. പിന്നെ ധാരാളം നമ്മൾ പൈസ കിട്ടണം. നമുക്ക് പല രീതിയിൽ ആഡംബരം കാണിക്കാം. തീർച്ചയായും അങ്ങനെ ഒന്നും ഞാൻ ഇതൊട്ട് ചെയ്തിട്ടില്ല. ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർ കുറേ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതനുസരിച്ച് എല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ ആരെ വാക്കും തള്ളിക്കളഞ്ഞിട്ടില്ല. അതനുസരിച്ച് എല്ലാം മുന്നോട്ട് പോയിട്ടുള്ളൂ. ഇത് ഓണക്കാലം. മലയാളിക്ക് ഇപ്പോൾ ഓണമെന്ന് പറഞ്ഞാൽ ഓണസദ്യ, പൂവിളി, പൂക്കളം, പുത്തൻകുട്ടികൾ തുടങ്ങിയവ മാത്രമല്ല, മറിച്ച് ബമ്പർ ലോട്ടറി എന്ന ബമ്പർ സ്വപ്നത്തിന്റെ ഒരു വീടാണ്. കേരള ലോട്ടറിയിലെ ബമ്പർ ഭാഗ്യം 25 കോടി രൂപയായി ഉയർത്തിയതിനു ശേഷമുള്ള ആദ്യ ലോട്ടറി വിന്നറായ ഭാഗ്യവാൻ ഇപ്പോൾ നമ്മളോടൊപ്പം അദ്ദേഹത്തിന്റെ അനുഭവങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. അനൂപാണ് നമ്മളോടൊപ്പം ഉള്ളത്. അനൂപും ഭാര്യയും. അനൂപ് എത്ര വർഷമായി? 3 വർഷമായി. 2022 25 കോടിയായി സമ്മാനം വർദ്ധിപ്പിച്ചതിൽ ആദ്യത്തെ ഭാഗ്യവാൻ. അതെ. എന്നായിരുന്നു തീയതി? സെപ്റ്റംബർ 18. കാണാപ്പണം. ഓ, മറക്കില്ല. ഒരിക്കലും മറക്കില്ല. അല്ല, ഇങ്ങനൊരു ബർത്ത്ഡേ വിഷ് ലോകത്താർക്കും കിട്ടില്ല. എന്തായാലും എന്താ അനുഭവമായിരുന്നു അല്ലേ? ശരിക്കും അത് അറിഞ്ഞപ്പോൾ അല്ല, എനിക്ക് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ആദ്യം ഒരു നമ്പർ പോയെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ വൈഫിനെ കാണിച്ച് ഈ ടിക്കറ്റിന് ഒരു നമ്പർ ലാസ്റ്റ് പോയെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി നോക്കിയിട്ടാണ് പറഞ്ഞില്ല നമുക്ക് എന്നെ അടിച്ചത്. ഭയങ്കര ടെൻഷനും എപ്പോഴൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ എല്ലാവരും വിളിച്ച് പറയാനൊക്കെ പോയി ആദ്യം. അപ്പോൾ വൈഫ് ഒന്നുകൂടെ നമ്മൾ നോക്കി കറക്റ്റ് വെരിഫൈ ചെയ്തതിനു ശേഷം പറഞ്ഞാൽ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് വിളിച്ചറിയിച്ചത്. അതിനിടയ്ക്ക് മൊത്തം ഈ കിതപ്പ് ടെൻഷനൊക്കെ മാറാൻ എത്ര മണിക്കൂർ എടുത്തിട്ടുണ്ടാവും? മാറാൻ ദിവസം എടുത്തു, മാസങ്ങൾ എടുത്തിട്ടുണ്ടാവും. പിന്നെ ആ സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ട്. ഉണ്ടായിരുന്നു. കാരണം ചെറിയ എമൗണ്ട് അല്ലല്ലോ കിട്ടിയത്. അതും വലിയൊരു പ്രൈസ് ആദ്യം അടിച്ചത് എനിക്കാണ്. മാത്രമല്ല, കേരളത്തിലും തമിഴ്നാടും കർണാടകയിലും ഒക്കെ ഉള്ള പലയിടത്തും ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. എത്രയോ പേരുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷ ഒരാൾ അതിന്റെ ഉടമയായ ഒരാൾ വരുന്നു. അതെ അല്ലേ? പിന്നെ എല്ലാ കണ്ണിലും ഇതിലേക്ക് വരും. പിന്നെ എല്ലാവർക്കും അറിയാം എവിടെ പോയാലും ആ സമയത്ത് ഞാനായിരുന്നു. അതെ, ഞാനൊക്കെ അനൂപിനെ കാണുന്നത് TV-യിലാണ്. അതെ അതെ. കുറെ ആൾക്കാർ അന്ന് ധാരാളം വരുന്നുണ്ടായിരുന്നു. മാസങ്ങളോളം ഉണ്ടായിരുന്നു. ആൾക്കാർ ധാരാളം വരുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്നില്ല, പുറത്തു നിന്ന് പല ആൾക്കാരും വരുന്നുണ്ടായിരുന്നു. സഹായം ചോദിച്ചു വരുന്നുണ്ട്. ഫോൺ വഴി, ലെറ്റർ വഴി, അങ്ങനെ പല രീതിയിലുണ്ടായിരുന്നു. അതുണ്ടാക്കിയ ട്രോമ ഉണ്ടല്ലോ, മാനസികമാണ്. അത് ആ സമയത്ത് കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. കാരണം വീട്ടിൽ കയറാൻ പറ്റാത്ത രീതിയിൽ ആൾക്കാരുണ്ടായിരുന്നു ആ സമയത്ത്. ആരോടും പറയണ്ടായിരുന്നു തോന്നി. ആ സമയത്ത് ആദ്യം പറഞ്ഞപ്പോൾ എല്ലാവരും അറിയിച്ചു. പിന്നെ ആയപ്പോൾ പറയേണ്ടത് തോന്നിയായിരുന്നു. കാരണം അത്രത്തോളം ഇതുണ്ടായിരുന്നു ആൾക്കാർ. കാരണം വരുന്ന എല്ലാവരും ജനുക്ക് അതാണ് അവർക്ക് ഓരോരോ ആവശ്യങ്ങൾ, കാര്യങ്ങൾ. കാരണം നമുക്ക് ആ സമയത്ത് പൈസ കൈ കിട്ടിയിട്ടില്ല. അതിനു മുമ്പ് ചോദിച്ചു വരുന്നുണ്ട്. അപ്പം അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. നമ്മൾ കറക്റ്റ് 1 മാസത്തിനകത്ത് വെച്ച് കിട്ടി. 1 മാസം അതിനകത്ത് വെച്ച് ഇല്ല, 1 മാസം കറക്റ്റ് 1 മാസം കഴിയുന്നതിന് മുമ്പ് കിട്ടി ക്യാഷ് കിട്ടും. ഈ ലോട്ടറി പണം നിൽക്കില്ല എന്നൊരു ധാരണയെ പൊളിച്ചെഴുതിയ ആദ്യത്തെ ആളാണ്. അത് നിൽക്കില്ല. കുറേ പേര് ഇതുപോലെ കണ്ടിട്ടുണ്ട്. പക്ഷേ അല്ലേ, വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി പോയാൽ അങ്ങനെ സംഭവം ഇല്ലാന്ന് നിങ്ങൾ തെളിയിച്ചു. അത് ലോട്ടറി പണം മാത്രമല്ല, ഏതൊരു പൈസയിലും നമ്മൾ അനാവശ്യമായിട്ട് ചിലവ് കയ്യിൽ നിൽക്കില്ല. ലോട്ടറി പണത്തോട് ചിലർക്ക് ഇത് ഇല്ലാതാവണമെന്ന് ആഗ്രഹിക്കും ഒരുപാട്. അത് ഈ പറയുന്ന ആൾക്കാർ ലോട്ടറി എടുക്കുന്നില്ലേ? അപ്പൊ അത് അങ്ങനത്തെ പൈസ എടുക്കാൻ പോകുന്നത് എന്തിനാണ്? അനുവിന്റെ പ്ലാനിങ് കറക്റ്റ് അല്ലേ? ഒരു ലോട്ടറി കട തുടങ്ങി. ഇല്ല, ഇപ്പൊ നിർത്തി. നോക്കാനുള്ള സൗകര്യം കുറഞ്ഞ് നിർത്തിയായിരുന്നു. ഇപ്പൊ ഞാൻ ഹോട്ടൽ ഫീൽഡാണ്. എന്താണ് ഹോട്ടലിലേക്ക്? എനിക്ക് കൊച്ചിലോട്ടിന് ആഹാരം ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ദുബായിൽ ഇവിടെ വെളിയിൽ പുറത്തോട്ട് പോകാൻ നിൽക്കുന്ന സമയത്താണ് ലോട്ടറി അടിച്ചത്. മലേഷ്യയിൽ പോകാൻ നേരത്ത് 1 മാസം, അതായത് വിസ ടിക്കറ്റിലായി പോകാൻ നിൽക്കുന്ന സമയത്താണ് അടിച്ചത്. ഷെഫായിട്ട് പോകാൻ നിൽക്കാൻ അടിച്ചത്. അപ്പോഴേ എനിക്കൊരു ഹോട്ടൽ തുടങ്ങണമെന്ന്. അപ്പോൾ ആ സമയത്ത് നമ്മളെ കൊണ്ട് പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ഒരു ചെറിയൊരു കട സ്റ്റാർട്ട് ചെയ്ത് അത് മുന്നേറിയപ്പോൾ ഇപ്പോൾ ഒരു വലിയ കട, ഇപ്പം 3ാമത്തെ കട പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം 3ാമത്തെ കട പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കിള്ളിപ്പാലത്താണ്. അല്ല, അത് 2 രുചിക്കടയാണ്. ഇത് മാത്രമേ ഉള്ളൂ ഇത് ഹാപ്പി റെസ്റ്റോറൻറ്റ്. ഓക്കെ, അത് കുറച്ച് എലാബറേറ്റ് ആണോ? ലാസ്റ്റ് എന്താണ് കുറച്ചുകൂടെ? അല്ലല്ല, നമുക്ക് അത് ചെറിയ കടയാണ്. ഫസ്റ്റ് അത് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ എങ്ങനെ നോക്കിയിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്താണ് കുറച്ചുകൂടെ വലിയ കട. അത് കുറച്ച് ചെറിയ കടയാണ്. ഈ പോകുന്നത് കുറച്ചുകൂടെ ചെറിയ കടയാണ്. അതായത് നമ്മളെ കയ്യിൽ ഇപ്പോൾ പൈസ ധാരാളം ഉണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം വെച്ച് നമ്മൾ വലിയ രീതിയിൽ തുടങ്ങി പൊളിഞ്ഞു പോണേ കാട്ടി ആദ്യം ചെറുതായിട്ട് നമ്മൾ തുടങ്ങി നോക്കി സക്സസ് ആയ മാത്രം മുന്നോട്ട് പോകണം. അപ്പോൾ ഞാൻ 2 വർഷം കഴിഞ്ഞപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്ത് തന്നെ 2 വർഷം മൊത്തം ഞാൻ നോക്കിയിട്ട് ആണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ പൈസ കിട്ടണം, നമുക്ക് പല രീതിയിൽ ആഡംബരം കാണിക്കാം. തീർച്ചയായും അങ്ങനെ ഒന്നും ഞാൻ ഇതൊട്ട് ചെയ്തിട്ടില്ല.
പലവരും ഇപ്പം എൻ്റെ ഓരോ ഇന്റർവ്യൂ കണ്ടിട്ട് ഓരോന്ന് പറയുന്നുണ്ട് ചാമ്പം പൈസ കൊണ്ടുപോകും അങ്ങനെ ഇങ്ങനെ കുറേ ഇത് വരുന്നുണ്ടോ. അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ പൈസ ഇപ്പം ഞാൻ അടിച്ചു പൊളിച്ച് കളഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇവര് തന്നെ പറയും അവൻ പൈസ അടിച്ചു പൊളിച്ച് കളഞ്ഞു. ഇപ്പോൾ അങ്ങനെ പറയാനുണ്ടാവും. ഇതേ കക്ഷികൾ പറയും ഇവൻ സൂക്ഷിച്ചില്ല, കുളിച്ചു അല്ലേ, കിട്ടിയപ്പോൾ ആക്രാന്തം കാണിച്ചു, അങ്ങനെ പല വാക്കുകൾ വരും. അത് പലവർക്കും ഉണ്ട് ഈ ലോട്ടറി പൈസ നിലയ്ക്കൂലെന്നൊരു അങ്ങനെ ചൊല്ലുണ്ട് ധാരാളം പേര്. നമ്മൾ ഞാനൊരു ചാനലിൽ കുറച്ച് ഈ മുൻ ലോട്ടറി വിന്നേഴ്സിൻ്റെ കുറച്ച് അനുഭവങ്ങൾ കണ്ടു. പക്ഷേ അതിൽ ഞാൻ പറഞ്ഞു അനൂപിനെയാണ് ഞാൻ വളരെ വ്യത്യസ്തനായി കണ്ടതും. അത് വേറെ നിങ്ങളല്ല ഞാൻ എനിക്ക് ബോധ്യപ്പെടുന്നു. അത് നിങ്ങളുടെ പ്ലാനിങ് ആണ്. പണത്തിന് കൊടുക്കുന്ന വാല്യൂ ഉണ്ട് അല്ലേ. ₹1 നമുക്ക് വെറുതെ തരില്ല. ഇല്ല അല്ലേ, ഇല്ല തരില്ല. പൈസയിലെ വിലയും കിട്ടില്ല, നമുക്ക് ഒരു വിലയും കിട്ടില്ല. നമ്മുടെ കയ്യിൽ വരുന്ന പണം ഏറ്റവും കൃത്യമായി വിനിയോഗിക്കണം എന്നുള്ള ബോധ്യമാണ് അനൂപിനെ ഇന്നിവിടെ സംതൃപ്തനായിട്ട് അല്ലേ. അത്രേ ഉള്ളൂ. അതാണ്. മറ്റ് ബിസിനസ്സിൻ്റെ പ്ലാനുകൾ എന്തെങ്കിലും ഉണ്ടോ? ബിസിനസ് ഞാൻ ചെയ്യണേ ഞാൻ നേരത്തെ കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ എനിക്ക് ഫോണിൻ്റെ പകരം, അതുകൊണ്ട് ഞാൻ ഒന്നും ഞാൻ ചെയ്യുന്ന പറയുന്നില്ല, ചെയ്ത് കാണിക്കും. ഒരു രഹസ്യം, ഒരു എക്സൈറ്റ്മെന്റിന്റെ പേരിൽ പുറത്ത് പറഞ്ഞതിന്റെ ഒരുപാട് അയ്യോ ധാരാളം. ഇപ്പോഴത്തേക്ക് വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ഹോട്ടൽ ഫീൽഡാണ്. ഇപ്പോൾ നല്ല രീതിയിൽ ആദ്യത്തെ അടിപൊളിയായി, ഇപ്പോൾ രണ്ടാമത്തെയും സൂപ്പറായിട്ടുണ്ട്, ഇതിപ്പോൾ മൂന്നാമത്തിലോട്ട് പോകുന്നു. ഓക്കെ, ഇതിപ്പോൾ ലോട്ടറി കാലമാണ്. ഇപ്പൊ വീണ്ടും എല്ലാവരും ഏറ്റവും കൂടുതൽ ആൾക്കാർ പെട്ടെന്ന് അനുഭവം പോകും. അതുപോലെ ഇപ്പോൾ പ്രൈസുകളും കൂടുതലുണ്ട്. ഇപ്പോൾ മുമ്പത്തെ കാട്ടി ഇപ്പോൾ ഒരു ടിക്കറ്റിന് 1 കോടി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുണ്ട്. പിന്നെ 50 ടിക്കറ്റാണ് ഇപ്പോൾ മൊത്തം, അതിന് 1 കോടിയാണ്. അങ്ങനെ ടിക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്. പ്രൈസ് ധാരാളമായിട്ട് ഇപ്പം കൊടുക്കുന്നുണ്ട്. ബമ്പറിലും ഇപ്പം ധാരാളം പ്രൈസ് വരുന്നുണ്ട്. അതുപോലെ മുമ്പത്തെ കാട്ടി ടിക്കറ്റ് ആൾക്കാർ കൂടുതൽ എടുക്കുന്നുണ്ട്. അതായത് കുറ്റം പറയുന്ന ആൾക്കാർ തന്നെ കൂടുതൽ ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അതെ അതെ അതെ. ഈ ആദ്യത്തെ ഒരു 12 കോടിയുടെ ടിക്കറ്റ് ആയിരുന്ന സമയത്ത് ഞാൻ കരുനാഗപ്പള്ളിക്കാരനാണ്. അപ്പോൾ അവിടെ ആയിരുന്നു അടിച്ചത്. എനിക്കറിയാമായിരുന്നു. ചുങ്കത്ത് ജ്വല്ലറിയിൽ 7 പേര് ഒരുമിച്ചെടുത്ത ടിക്കറ്റ്. അങ്ങനെ അവർ പെട്ടെന്ന് എസ്റ്റാബ്ലിഷ് ആയി. പിന്നെ ഒരു സിംഗിൾ വ്യക്തിയായി എസ്റ്റാബ്ലിഷ് ആയത് ഞാനാണ്. അനൂപാണ്. അനൂപ് 2 തരത്തിൽ എസ്റ്റാബ്ലിഷ് ആയത്. ഒന്ന് ഈ ബേജാറിന്റെ പേരിൽ ആദ്യം ഉണ്ടായ ഈ ഇല്ലേ, അത് പെട്ടെന്ന് ഒരു പൈസ കൈവന്നു അതിന്റെ രീതിയിൽ ആൾക്കാർ വരാൻ തുടങ്ങി. അപ്പൊ നമ്മൾ ആ സമയത്ത് അത് എടുത്ത് മുതലാക്കാൻ കൊടുത്തിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഇരിക്കാൻ പറ്റൂലായിരുന്നു. തീർച്ചയായും തീർച്ചയായും. അപ്പൊ ആ സമയത്ത് ഞാൻ അടിച്ചിട്ടുള്ള പലവരും അതുപോലെ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർ കുറെ പേര് വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതനുസരിച്ച് എല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ ആരെ വാക്കും തള്ളിക്കളഞ്ഞിട്ടില്ല. അതനുസരിച്ച് എല്ലാം മുന്നോട്ട് പോയിട്ടുള്ളൂ. ഫിനാൻസ് കൺട്രോളിംഗ് എല്ലാം അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ കിട്ടിയ അഡ്വൈസ് മുഴുവൻ അല്ലേ. അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ ഇരിക്കാൻ പറ്റും. തീർച്ചയായും അത് വളരെ സന്തോഷമുണ്ട് കാര്യത്തിൽ. കാരണം എനിക്ക് അക്കാര്യത്തിൽ വളരെ സന്തോഷം, അഭിമാനം രണ്ടുപേരുടെയും കാര്യത്തിൽ. കാരണം നിങ്ങൾ പണത്തിന് വാല്യൂ കൊടുക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്കിത് അത്രേ ഉള്ളൂ, നിലനിൽക്കും അല്ലേ. കുട്ടികൾ 2 പിള്ളേരാണ്, ഒരു ആൺകൊച്ചു ഒരു പെൺകൊച്ചു. മോള് വയറ്റിലായിരുന്ന സമയത്താണ് അടിച്ചത്. ലക്കികൾ എന്ന് വിളിക്കും അല്ലേ. മോൻ എന്ത് ചെയ്യുന്നു? മോൻ LKG ആണ്, UKG ഓക്കെ. പിന്നെ ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലെ 2025 ബമ്പർ വരുന്നു. അനൂപിൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് നോക്കിയാൽ അവരോട് ഇത് തന്നെയായിരിക്കും പറയാനുണ്ടാവുക. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഒരു ബമ്പർ വിന്നർ അനൂപിനോട് ചോദിച്ചു ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ അനൂപ് എന്ത് പറയും? അതിപ്പം ഞാൻ മുമ്പത്തെ പറഞ്ഞിട്ടുള്ള ഇന്റർവ്യൂ കണ്ട് പലരും ഇപ്പം പുറത്ത് പറയുന്നില്ല. അടിച്ചവരാരും ഇപ്പോൾ പുറത്ത് വരുന്നില്ല. അതൊരു കണക്കിന് നല്ലതാണ്. കാരണം അവർക്ക് ഇപ്പം അടിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർക്കറിയില്ലേ പൈസ കിട്ടിക്കഴിഞ്ഞാൽ അതിന് വരുന്ന ടാക്സ്. നമുക്ക് 2 ടാക്സ് വരുന്നുണ്ട്. ഈ ഇപ്പം നമുക്ക് 50 അടിച്ചാലും എത്ര അടിച്ചാലും അതിൻ്റെ പകുതി കിട്ടും. അത് പലവർക്കും അറിയില്ല. പകുതി ഇപ്പം 25 അടിച്ചു കഴിഞ്ഞാൽ എനിക്കും അതിൻ്റെ പകുതിയാണ് കിട്ടിയത്. അത്രേ ഉള്ളൂ. അത് എത്ര നമ്മൾ അടിച്ചാലും അതിൻ്റെ പകുതി കിട്ടുള്ളൂ. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് ടാക്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. എനിക്ക് ഒരു സംശയമാണ്, അതിന് വീണ്ടും ടാക്സ് ഉണ്ടാവും? ഇല്ല, നമുക്ക് അതെല്ലാം പോയിട്ട് പകുതി കിട്ടും. അതിന് പിന്നെ ടാക്സ് വരും. പിന്നെ അത് രണ്ടാമാണ് വരുന്നത്. പേയ്മെന്റ് തരുമ്പോഴത്തേക്ക് അത് നമ്മൾ ആദ്യം ഓൾറെഡി പേ ചെയ്യണം. പേ ചെയ്യാതിരിക്കുന്നതുകൊണ്ട് 2% വെച്ച് കൂടും. പിന്നെ നമ്മൾ അതിന്റെ സെസ് ചാർജ് ഉണ്ട്, അല്ലാത്ത കുറച്ച് 37% വരെ അങ്ങനെ ഓരോ ചാർജസ് ഉണ്ട്. അത് നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് ഓൾറെഡി പേ ചെയ്യണം. ഇൻട്രസ്റ്റ് കയറി പോകും. അതാണ് മിക്കവരും. അതൊരു സൈലന്റ് ആണ്, അവിടെ അറിയില്ല. അത് പലർക്കും അറിയില്ല. നിങ്ങൾ അതുകൂടി പേ ചെയ്തിട്ട് അത് നമ്മുടെ എല്ലാ ലയബിലിറ്റീസും കഴിഞ്ഞാൽ വരുന്നത് ഈ നേരെ പകുതിയാണ്. അത് നമ്മുടെ സ്വന്തമാണ്. പിന്നെ ഇനി അതിനകത്ത് കൊടുക്കേണ്ടത് നമ്മുടെ വരുമാനത്തിന്റെ ഇല്ലേ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത് അറിയിച്ച് ഇപ്പൊ അനൂപ് പറഞ്ഞാൽ ഒരുപക്ഷെ ഇനി ആരും പുറത്തറിയിക്കില്ല. പക്ഷെ അവർക്കും ഗുണപ്പെടും അനൂപിന്റെ അഡ്വൈസ്. രഹസ്യമായിട്ട് കേട്ടവർക്ക് ഇല്ല. പലവരും അടിച്ചവരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വെളി പറയാത്തവർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ചോദിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവർക്ക് എന്തായിരിക്കും പറയാ? ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അടിച്ചു പോയാൽ നമ്മൾ മാക്സിമം നമ്മൾ ആരെ അറിയിക്കാതിരിക്കുക. അത് നമുക്ക് വേണ്ടപ്പെട്ടവരും അറിയിക്കാതിരിക്കുക. കാരണം വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പൊ അത്ര വേണ്ടപ്പെട്ടായിരിക്കും ഞാൻ എൻ്റെ അടുത്ത് പറയുമ്പോൾ എനിക്കൊരു അത്യാവശ്യം വരുമ്പോൾ ചോദിക്കും. അപ്പോൾ താങ്കൾ എനിക്ക് തരാൻ പറ്റില്ല.
പറ്റാത്ത കണ്ടീഷനായിരിക്കും അത്. അതെ. അപ്പോൾ അവിടെ നമ്മൾ പിണങ്ങുകയാണ്. ശത്രുക്കൾ ഒരുപാട് അനുവിന് ഒരുപാട് പേരുണ്ട്. ഉണ്ട്, പിന്നെ ധാരാളം. അപ്പം നമ്മൾ അതനുസരിച്ച് ആദ്യം അറിയിക്കാതെ നമുക്ക് ക്യാഷ് കിട്ടി നമ്മൾ സേവ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് നമ്മൾ വരുമാനം ഉണ്ടാക്കിയിട്ട് നമ്മൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ പൈസ നിലനിൽക്കും. അല്ല ആദ്യമേ ഇതെടുത്ത് നിങ്ങൾ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം പോയി. അത്രേ ഉള്ളൂ. അങ്ങനെ ചെയ്യാം. അപ്പോൾ മാക്സിമം ആവശ്യപ്പെട്ടത് നമ്മൾ എടുത്ത് ചിലവാക്കുക. അത് കഴിഞ്ഞ് നമ്മൾ സേവിങ് ആയിട്ട് ഇടുക. എന്നിട്ട് അതിൽ നിന്ന് വരുന്ന എടുത്ത് നമ്മൾ ഓർഡർ ചെയ്യുക. അതിനെ ക്രിയേറ്റീവായിട്ട് വിനിയോഗിക്കുക. അങ്ങനെ ചെയ്യും. കിട്ടുന്ന ഇൻകം നമ്മൾ ഇല്ലേ അതാകുമ്പോൾ ഇത് വർദ്ധിക്കും. അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഏറ്റവും പ്രധാനം മെയിനാണ്. കാരണം ഇതുള്ളപ്പോഴേ നമുക്കൊരു വില കാണും. ഇത് പോയി കഴിഞ്ഞ് ഇനി കിട്ടില്ല, ഒരിക്കലും കിട്ടില്ല. അപ്പോൾ അതനുസരിച്ച് ചെയ്യുക. ജീവിതത്തിൽ നന്മയുണ്ടായതിന്റെ പേരിൽ ശത്രുക്കൾ സ്വാഭാവികമായിട്ട് ഒരുപാട് ഉണ്ടാവും. ഇതിപ്പോൾ എനിക്കല്ല, പൈസ ഉള്ളവർക്ക് എല്ലാവർക്കും നന്മയുണ്ടായതിന്റെ പേരിൽ ഓട്ടോമാറ്റിക് മിത്രങ്ങളും ഉണ്ട്. നല്ലവരും ഉണ്ട്, എന്നെ പറയുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ അത് ചാനൽ നോക്കിയാൽ തന്നെ അറിയാം, കമന്റ് നോക്കിയാൽ. അല്ല അത് പിന്നെ കമന്റ് ബോക്സ് നമ്മൾ മര്യാദയിരിക്കുന്നതാണ് നല്ലത്. കാരണം ഒരിക്കലും നല്ലത് പറയാൻ ആളുണ്ടാവില്ല. അല്ലേ? നല്ലത് പറയാൻ ഒരിക്കലും ആളുണ്ടാവില്ല. കാരണം അങ്ങനെ പറയുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അത് നമ്മൾ അങ്ങനെയും അവരെ ക്ഷമിക്കുക. കാരണം എന്താണ്, അവരങ്ങനെയെങ്കിലും ആശ്വസിച്ചോളൂ. ജീവിതം നന്നായിരിക്കും. അവരെ കൊണ്ട് പറ്റുന്നവർ ചെയ്യും. അവരുടെ ജീവിതം അവർ ജീവിക്കട്ടെ, നമ്മളുടെ ജീവിതം നമ്മൾ ജീവിക്കുക. നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത് അപ്രതീക്ഷിതമായിട്ടാണ്. പക്ഷേ ഇനി വരുന്നതൊന്നും അപ്രതീക്ഷിതമല്ല നമ്മുടെ പ്ലാനിങ്. മാത്രമേ ഉള്ളൂ. നമ്മൾ ഇനി ഇത് കൂടുതൽ ഉണ്ടാക്കണം. കാരണം ഇപ്പം ഇനി എൻ്റെ തലമുറകൾക്ക് ഇത് ഉപകാരപ്പെടും. അവർക്ക് ഈ ഭാഗ്യം ഇനി കിട്ടിക്കോണമെന്നില്ല. ഇല്ലല്ലോ. മാത്രമേ ഉള്ളൂ. വീണ്ടും ബമ്പർ എല്ലായിടത്തും ടിക്കറ്റ് കാണുന്നുണ്ട്. എടുക്കാൻ ആഗ്രഹമുണ്ടോ? സമയമായിട്ട് എടുക്കും. എല്ലാ ഡെയിലി ടിക്കറ്റ് എടുക്കുന്നുണ്ട്, ഇടയ്ക്കിടെ എടുക്കുന്നുണ്ട്. ആണല്ലേ? ബമ്പറും എടുക്കും. ഈ ആദ്യത്തെ ഇതെടുക്കുന്ന സമയത്ത് നിരന്തരമായി ലോട്ടറി എടുക്കുന്ന ആളായിരുന്നു. ബമ്പറുകൾ സ്ഥിരമായിട്ട് എടുക്കും. ബമ്പർ എടുക്കും, ടിക്കറ്റ് എല്ലാം എടുക്കും. ഡെയിലി എടുക്കും. അതെ, നമ്മൾ ടിക്കറ്റ് എടുത്താലേ അടിക്കും പറയത്തില്ലേ? ടിക്കറ്റ് എടുക്കാത്തവരാണ് പലരും ഈ കമന്റ് ബോക്സിൽ അവതരിക്കുന്നത്. എനിക്ക് അടിച്ചില്ല എന്ന് വിഷമിക്കുന്നത്. അത് പലർക്കും ഇപ്പോൾ അടിച്ചിട്ടുണ്ട്. അവരെല്ലാം പൈസ അത് അനാവശ്യം കളഞ്ഞുകൊണ്ടാണ്. ഇല്ലെങ്കിൽ അവർക്കും അത് കയ്യിൽ നിൽക്കുമായിരുന്നു. അതെ അതെ അതെ. പെട്ടെന്ന് അവർ അഴകിയ രാവണന്മാരായി മാറും. അതിപ്പോൾ നമ്മളൊക്കെ ഓട്ടോമാറ്റിക് പൈസ ആഡംബര ജീവിതം ചിലവർക്ക് ഭ്രമമാണ്, മതിഭ്രമമായി പെട്ടുപോകും. അത് ചെയ്താൽ പോയി. ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ കാര്യമുണ്ട്. അവരെ ആ ട്രാക്കിലേക്ക് കൊണ്ടുവരാനും ഒരുപാട് പേരുണ്ടാവും. ധാരാളം പേര് എനിക്കുണ്ടായിരുന്നു. ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ എനിക്കുണ്ടായിരുന്നു. എന്നെ ധാരാളം പല രീതിയിലും ഓരോന്നും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടില്ല. ഇല്ല, ഞാൻ എൻ്റെ രീതിയിൽ തന്നെ നിന്നിട്ടുള്ളൂ. പല പ്രോജക്റ്റുകളും ഉണ്ട്. കൂടുതൽ സിനിമ എടുക്കാൻ ആൾക്കാർ വരുന്നത്. ശരിയാക്കി തരാം. നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നമ്മൾ ഉണ്ടാക്കിയത് നമുക്കറിയാന്നുള്ള ജോലി ചെയ്യുന്നില്ല. അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഒരു സേഫ് സോണിൽ നിന്നുകൊണ്ട് അത്രേ ഉള്ളൂ. ഒരു മിനിമം ഇൻവെസ്റ്റ്മെന്റിൽ എങ്കിലല്ലേ ഇത് വളരും. അത്രേ ഉള്ളൂ. അല്ലാതെ എല്ലാം കൂടി കൊണ്ടിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോഴും ലോട്ടറി എടുക്കുന്നുണ്ട്. ഇനി എടുത്തോണ്ടേയിരിക്കും. എപ്പോഴും പ്രതീക്ഷയുണ്ട്. ലോട്ടറി എടുക്കുമ്പോൾ എല്ലാവരും പ്രതീക്ഷയോടെ എടുക്കുള്ളൂ. ഒരു വേറെ കാര്യമുണ്ട്. ഈ അങ്ങേയറ്റത്ത് വയ്ക്കുന്ന ആളാണ്. അങ്ങേയറ്റത്ത് വയ്ക്കുന്ന ആളുടെ പ്രതീക്ഷയ്ക്ക് വേറൊരു മാനമുണ്ട്. അല്ലേ? ഇടയ്ക്ക് ഒരാൾക്ക് അടിച്ചിട്ടുണ്ടല്ലോ. 3 പ്രാവശ്യം അടിച്ചിട്ടുണ്ട് ഒരു പുള്ളിക്കാരന്. അതൊരു മോട്ടിവേഷനാണ്. അതുകൊണ്ട് അടിക്കുന്നവർക്ക് എപ്പോഴൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ചേട്ടൻ പോണ ഒരു ചേട്ടൻ എടുക്കും, ചേട്ടൻ അടിക്കാം. സ്വാഭാവികം. ചില ആൾക്കാർ പറയത്തില്ല, എന്താണ് നാവ് പൊന്നായിരിക്കും. ഞാൻ പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ലോട്ടറി അടിക്കാൻ എനിക്കും ആഗ്രഹമുണ്ട്. ഈ കേരളത്തിൽ ഒരുപാട് പേരെ പോലെ ലോട്ടറി അടിക്കാൻ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ എടുക്കുന്നില്ല. എടുത്താലേ അടിക്കും. അതിന് നേരത്തെ പറഞ്ഞത്. എന്നിട്ട് എനിക്ക് പക്ഷേ ഞാൻ കുറ്റപ്പെടുത്താം. അടിച്ചവരെയൊക്കെ എനിക്ക് എന്ത് ചെയ്യാം, കുറ്റപ്പെടുത്ത കമന്റ് ബോക്സിൽ തരും. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. സന്തോഷമായിരിക്കട്ടെ, ജീവിതം സുഖകരമായി മുന്നോട്ട് പോകട്ടെ. ഈ പണം ഒരു നിത്യ അസറ്റായി നിങ്ങളുടെ ജീവിതത്തെ അങ്ങേയറ്റത്തേക്ക് വളർത്തട്ടെ. മക്കൾക്കെല്ലാം സുഖമായിരിക്കട്ടെ എന്ന് ആശംസിക്കും. രണ്ടുപേർക്കും ഒരു യൂണിറ്റിയും ഇല്ലേ, നിങ്ങളുടെ ഒരു, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഒരു ഈ രണ്ടുപേരുടെയും കൂടെ ഒരു യൂണിറ്റി ഇതിനകത്ത് വലിയ ഘടകമാണ്. അതെ അതെ, നമ്മൾ എന്തെങ്കിലും ഒരുമിച്ച് പ്ലാൻ ചെയ്ത് ചെയ്യും. തീർച്ചയായിട്ടും. ഒരു ബർത്ത്ഡേക്ക് കൊണ്ടു തന്നതാണ്. അതെ അതെ, ഒരു ബർത്ത്ഡേ ഗിഫ്റ്റാണ് അല്ലേ. അപ്പോൾ ഇതാണ് അനൂപിൻ്റെ വിശേഷങ്ങൾ. ഈ ബമ്പർ കാലത്ത് ഇതിനപ്പുറം നമുക്ക് ഒരാളോട് സംസാരിക്കാനില്ല, മറ്റൊരാളെ നമുക്ക് കേൾക്കാനുമില്ല, മറ്റൊരാളിൽ നിന്ന് ഉപദേശം സ്വീകരിക്കാനുമില്ല. അതുകൊണ്ട് ഈ എപ്പിസോഡ് തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും കാണാം. താങ്ക് യു.